الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ شده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. ബഹുമാന്യ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും കഴിയുന്നത്ര പാലിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കണേ എന്നെല്ലാവരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധികളും വിലക്കുകളുമൊക്കെ പാലിച്ച് ജീവിക്കുക എന്നതാണ് ഈ ലോകത്തും പരലോകത്തും നമുക്ക് രക്ഷ നേടാനുള്ള ഏക മാർഗം. അതിന് അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ ജീവിതത്തിൽ ഈ ഭൗതികമായ ലൗകികമായ ഈ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കടന്നു പോകുന്നുണ്ട്. പ്രധാനമായും ശൈശവം, കുട്ടിക്കാലം അതിലൊന്നാണ്. അതിനുശേഷം യുവത്വം. കുറച്ച് ആളുകൾക്ക്, അള്ളാഹുവിന് അനുഗ്രഹം ലഭിക്കുന്ന ആളുകൾക്ക് വാർദ്ധക്യം. ഇങ്ങനെ പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ, വളരെ ദുർബലമായിട്ടാണ്, ബലഹീനമായിട്ടാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, പിന്നീട് ആ ദുർബലാവസ്ഥയ്ക്ക് ശേഷം അള്ളാഹു അവർക്ക് ശക്തി നൽകുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ വളരെ ദുർബലനായി, കരയാൻ മാത്രമേ കുഞ്ഞിനറിയുകയുള്ളൂ. അത്ര ദുർബലമായൊരവസ്ഥയിലാണ് ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. മറ്റ് പല ജന്തുജാലങ്ങൾക്കും അവർ ജനിച്ചാൽ ഉടൻ തന്നെ ഓടാനും ചാടാനും അതിൻ്റെ ആഹാരം കണ്ടെത്താനും എഴുന്നേറ്റ് പോയി മാതാവിനടുക്കൽ നിന്ന് പാൽ കുടിക്കാനൊക്കെ സാധ്യമാകും. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതാണ് ഖുർആൻ പറയുന്നത്, നിങ്ങളെ വളരെ ദുർബലമായ അവസ്ഥയിലാണ് സൃഷ്ടിച്ചത്. എന്നാൽ അതിനുശേഷം അള്ളാഹു സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, പിന്നീട് ദുർബലതയ്ക്ക് ശേഷം അള്ളാഹു അവർക്ക് ശക്തി നൽകുന്നു. പിന്നെ യുവത്വം, കൗമാരം കഴിഞ്ഞ് യുവത്വത്തിലെത്തുന്നു. പിന്നീട് അതിനും ശേഷം മിൻ ബഅദി ഖുവ്വത്തിൻ, അങ്ങനെ ശക്തി യുവത്വം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവൻ ഉണ്ടാക്കി കൊടുക്കുന്നു ളഅഫൻ വ ശൈബ, പിന്നീട് വീണ്ടും ദുർബലമായ അവസ്ഥയും നിരയുമൊക്കെ അവന് ബാധിക്കുന്നു. ഇതൊക്കെ യഹ്ലുഖു മാ യശാ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാത്രം നിയന്ത്രണത്തിലും അവൻ്റെ മാത്രം ഒരു നടപടിക്രമത്തിൻ്റെയും ഭാഗമായിട്ടുള്ളതാണ്. അതിൽ മനുഷ്യർക്കാർക്കും അതിൽ ഇടപെടാനോ
അതിൽ മാറ്റം വരുത്താനോ ഒന്നും സാധ്യമാവുകയില്ല. അങ്ങനെ വഹുൽ അലീമുൽ ഖദീർ, ആരൊക്കെ അള്ളാഹു എത്രയൊക്കെ ആയുസ് നൽകണം, എങ്ങനെയൊക്കെ വേണമെന്നൊക്കെ അള്ളാഹുവിനറിയാം. അതൊക്കെ അള്ളാഹുവിന് കഴിവും ഉള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിനൊരു പ്രധാന ഭാഗമാണത്. അതിലേറ്റവും പ്രധാനം അല്ലെങ്കിൽ ഏറ്റവും അവസാനം വളരെ കുറഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന മഹത്തായൊരു അനുഗ്രഹമാണ് വാർദ്ധക്യം എന്നുള്ളത്. വാർദ്ധക്യം എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണ്. അതൊരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു ശാപമോ അല്ല. നേരെ മറിച്ച് ഭൗതികമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ വേണ്ടത്ര വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യം എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണ്. അതൊരു ദുർബലമായൊരവസ്ഥയാണ്. ഒരു പലതരത്തിലുള്ള പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും വാർദ്ധക്യമെന്നത്. അപ്പോൾ ഈ ദീനിയായ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. പലരും അതിനെ ഒരു ശാപമായിട്ടാണ് കാണുന്നത്. മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരുന്നു, അവരുടെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസം വരുന്നു, ചില ആളുകളൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളും നേരിടുന്നു. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മനുഷ്യരുടെ ആയുസ് പ്രവാചകൻ പറഞ്ഞ അഅ്മാർ ഉമ്മത്തി മാബൈന സിത്തീൻ ഇല സബഈൻ. എൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശരാശരി ആയുസ് എന്ന് പറയുന്നത് 60-ൻ്റെയും 70-ൻ്റെയും ഇടക്കാണ്. വളരെ കുറച്ച് ആളുകളാണ് അതിനേക്കാൾ വിട്ടുപോകുന്നത് എന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ദീർഘായുസ് ലഭിക്കുക, വാർദ്ധക്യത്തിലെത്താൻ കഴിയുക എന്നുള്ളത് അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലൊരു സഹാബ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ ഖൈറുന്നാസ്, ജനങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല ആളുകൾ, ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണ്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖൈറുന്നാസി മൻ ത്വാല ഉമറുഹു വ ഹസുന അമലുഹു. അവൻ്റെ മറുപടി വളരെ വ്യക്തമാണ്. ദീർഘായുസ് ലഭിച്ചവർ, എന്നാൽ അതോടൊപ്പം അവൻ്റെ കർമ്മങ്ങൾ നന്നായി തീരുകയും ചെയ്യുന്നവർ. ഒമൻ അയ്യുന്നാസി ഷർ, ആരാണ് മോശപ്പെട്ട ആളുകൾ? അവരും ദീർഘായുസ് ലഭിച്ചവർ തന്നെയാണ്. മൻ തോല ഉമറുഹു പക്ഷേ വസാ അമലുഹു, ദീർഘായുസ് ലഭിച്ചവരാണ്, പക്ഷേ അവരുടെ കർമ്മങ്ങൾ മോശമായിട്ടുള്ളവരാണ്. അപ്പോൾ ദീർഘായുസ് ലഭിക്കുകയും കർമ്മങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല ആളുകൾ എന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലൂടെ നോക്കിക്കാണുമ്പോൾ ദീർഘായുസ് ലഭിക്കാൻ വാർദ്ധക്യത്തിലെത്തുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരനുഗ്രഹമാണത്. ഈ ദീർഘായുസ് ലഭിച്ചവർ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്ന അഹദുക്കുമുൽ മൗത്ത്, നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്. അതേപോലെ വലാ യദ്ഉ ബിഹി ഹത്താ, അവർക്ക് മീൻ ഖബല യഅ്തിഹു, മരണം വരുന്നതിൻ്റെ മുമ്പ് മരിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാനോ പാടില്ല. കാരണം എന്താണ്? അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത്, ഇന്നഹു ഇതാ മാത്ത അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും മരിച്ചാൽ ഇൻഖത അമലുഹു, അവൻ്റെ കർമ്മങ്ങൾ അതോടുകൂടി ഇല്ലാതാകുന്നു. പിന്നെ പരലോകത്ത് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളെ സേവിക്കാനുള്ള അവസരം, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ഒക്കെ അതോടുകൂടി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് മരണം ആരും ആഗ്രഹിക്കരുത്, മരിക്കണമെന്ന് പ്രാർത്ഥിക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ, മരണത്തെ ആഗ്രഹിച്ചാൽ, മരണം സംഭവിച്ചു പോയാൽ അത് അവൻ്റെ കർമ്മങ്ങൾ നിലച്ചു പോകും എന്നുള്ളതാണ്. മാത്രമല്ല വലാ യസീദുൽ മുഅ്മിന ഉമറുഹു ഇല്ലാ ഖൈറാന, ഒരു വിശ്വാസിക്ക് ആയുസ് വർദ്ധിപ്പിക്കുകയില്ല ഇല്ലാ ഖൈറ, നന്മയല്ലാതെ. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീർഘാലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് അവന് ഖൈറ് മാത്രമാണ് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഖൈറ് ആണ് ഒരു വിശ്വാസിക്കുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്, മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ്. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വാർദ്ധക്യം എന്നത് ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് സൽക്കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുക, അതോടൊപ്പം വാർദ്ധക്യത്തിൽ നിന്നും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. പലപ്പോഴും യുവത്വത്തിൻ്റെ ആ ഒരവസ്ഥയിൽ
പക്വതയില്ലാത്തതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ടൊക്കെ പലതരത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ പക്വതയിലെത്തിയതിന് ശേഷം വാർദ്ധക്യത്തിലൊക്കെ എത്തിയതിന് ശേഷം തിന്മകൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമാണ്. അത് ഗുരുതരമായ പാപമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണമെന്നുള്ളതാണ്. ഒരു 60 വയസ്സൊക്കെ എത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് ഉതിറില്ല എന്നുള്ളതാണ്. ഒരു കുറച്ചു കാലം യുവത്വത്തിലൊക്കെ ആകുമ്പോൾ നമ്മുടെ പക്വതയില്ലായ്മയും അതേപോലെ നമ്മുടെ സാഹചര്യങ്ങളും ചോരത്തിളപ്പൊക്കെ പലപ്പോഴും പല തിന്മകളൊക്കെ സംഭവിച്ചേക്കാം. അങ്ങനെയുള്ളവർക്ക് പിന്നെയും ഒരുപക്ഷെ മാപ്പിനും ഒക്കെ അർഹതയുണ്ട്. പക്ഷേ ഒരു വാർദ്ധക്യത്തിലെത്തിയ ഒരു 60 വയസ്സിലൊക്കെ എത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിന് തിന്മ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ മാപ്പിന് അർഹനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയദർ അല്ലാഹു ലംറീൻ, അള്ളാഹു ഒരു മനുഷ്യന് പിന്നെ ഒഴിവ് നൽകുകയില്ല, മാപ്പ് നൽകുകയില്ല. അഖറ അജലഹു, അവന് ഒരുപാട് അവധി കൊടുത്തു. ഹത്താ ബല്ലാഹു സിത്തീന സന, എത്രത്തോളം 60 വയസ്സ് ആറ്റിയ ഒരാൾക്ക് അത്രയും ആയുസ് കൊടുത്തിട്ട് പിന്നെയും അവന് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ മാപ്പിന് അർഹതയില്ല എന്നാണ് ഇതിനർത്ഥം. അവന് മാപ്പിന് അർഹതയില്ല. അപ്പോൾ അത്തരം ആളുകളിൽ നിന്ന് തിന്മകൾ ഉണ്ടായിക്കൂടാന്നുള്ളതാണ്. തിന്മകൾ ഉണ്ടാകുന്നതിന് ഗുരുതരമായ കുറ്റമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസ, 3 വിഭാഗം ആളുകൾ, ലാ യുക്കല്ലിഹിമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അള്ളാഹു നോക്കൂല, അതുപോലെ വലാ യുസക്കീഹിം, അവരെ അള്ളാഹു സംസ്കരിക്കുകയുമില്ല, അവരുടെ പാപങ്ങളിൽ നിന്നൊക്കെ കഴുകിക്കളഞ്ഞ് അവരെ ശുദ്ധീകരിക്കുകയുമില്ല. അങ്ങനെ 3 ആളുകളുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് മലിക്കുൻ കദ്ദാബാണ്, നുണ പറയുന്ന പൊള്ളു പറയുന്ന രാജാവ്. മറ്റൊന്ന് വായിലിൻ മുസ്തക്കിബിർ, അഹങ്കാരിയായ ദരിദ്രനാണ്, അഹങ്കാരിയാണ്. മറ്റൊന്ന് ഷെയ്ഖുൻ സാനിൻ, വൃദ്ധനായ അവിഹിത ബന്ധത്തിലേർപ്പെടുന്ന വൃദ്ധൻ. അപ്പോൾ ഇത് 3 ശരിക്കും അർഹതല്ലാത്തവരാണ്. ഒരു മലിക്കുൻ കദ്ദാബ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി നേടേണ്ട ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറയുന്നത് രാജാവാകുക എന്നുള്ളത് തന്നെയാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയാകുക അല്ലെങ്കിൽ രാജാവാവുക എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ എത്തിപ്പെട്ട ഒരാൾ പിന്നെ കളവ് പറയാന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അയാൾ കളവ് പറയാൻ അർഹനല്ല. അത് മലിക്കുൻ കദ്ദാബ് എന്ന് പറയും. മറ്റൊന്ന് ആയിലുൽ മുസ്തക്കിബിർ, അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന നിലക്ക് ഒരു പക്ഷേ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളാണ്, സാമ്പത്തികമായി ഒരു ശേഷിയില്ല, ഒരു കഴിവുമില്ല, ഒരു സ്വാധീനമില്ല. അങ്ങനെയുള്ള ഒരുത്തർ വലിയ അഹങ്കാരിയായി നടക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് അഹങ്കരിക്കാൻ ഒരർഹതയില്ല, അവൻ അള്ളാഹു മാപ്പ് കൊടുക്കൂല എന്നുള്ളതാണ്. അതാണ് ആയിലുൽ മുസ്തക്കിബിർ. അഹങ്കരിക്കാൻ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണ്ടേ? സമ്പത്തില്ല, സ്വാധീനമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ആയിലുൽ മുസ്തക്കിബിർ അവരില്ല. മറ്റൊന്ന് പറഞ്ഞ ഷെയ്ഖുൻ സാനിൻ, വൃദ്ധനായ വയോധികനായ പടുവൃദ്ധനായ ഒരാൾ, അയാൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഈ 3 ആൾക്കാരെയും അള്ളാഹു ഒരിക്കലും അയാൾക്ക് മാപ്പില്ല, അള്ളാഹുവിനെ ശുദ്ധീകരിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യുകയില്ല. അപ്പോൾ വാർദ്ധക്യത്തിലെത്തിയിട്ട് പിന്നെയും തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഗുരുതരമായ കുറ്റമാണെന്നാണ്. ഒരു നിലക്കും അവർക്ക് പൊറുക്കാൻ പാടില്ല, പുറത്തു കൊടുക്കൂല എന്നുള്ളത്. അങ്ങനെ അതാണ് കൊണ്ടാണ് വാർദ്ധക്യത്തിൽ നന്മകൾ ചെയ്യാനാണ് അതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വൃദ്ധന്മാരോട്, വാർദ്ധക്യത്തിലെത്തിയ ആളുകളോട് മറ്റുള്ളവരുടെ സമീപനമോ അത് തീർത്തും രചനാത്മകമായിരിക്കണം. ഖുർആനും സുന്നത്തുമൊക്കെ വാർദ്ധക്യത്തിലെത്തിയവരെ വാർദ്ധക്യത്തെ ആദരവോടെയും ബഹുമാനത്തോടെയും അതുപോലെ പ്രത്യേക കാരുണ്യത്തോടെയും പരിഗണനയോടും കൂടിയാണ് വാർദ്ധക്യത്തിലെത്തിയവരെ ഖുർആൻ അവരെ സമീപിക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് പ്രത്യേക പരിഗണന ഇസ്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. വാർദ്ധക്യത്തിലെത്തിയാൽ ഒരിക്കലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹിന്റെ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സന്തത സഹചാരിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അതുവരെ വിശ്വാസിയായിരുന്നില്ല. അപ്പോൾ ആ മക്ക ഫതഹിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ പള്ളിയിലിരിക്കുന്ന സമയത്ത് അബൂ ഖുഹാഫയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അടുക്കലേക്ക് അബൂബക്കർ റളിയല്ലാഹുവിനെ എടുത്തു കൊണ്ടുവന്നു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഹല്ലാ തറക്ത ഷെയ്ഖ ഫീ ബൈത്തിഹി ഹത്താ അന ആതിയഹു, ഈ ഷെയ്ഖിനെ, ഈ വൃദ്ധനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ അങ്ങോട്ട് ചെല്ലുമല്ലോ. അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ വൃദ്ധനെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ കാണുമല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു വാർദ്ധക്യത്തിലെത്തിയ ഒരാളോടുള്ള സമീപനമാണ്.
ആ നിലക്ക് വൃദ്ധന്മാരോട് വളരെ ബഹുമാനത്തോടും അതേപോലെ ആദരവോടും സമീപിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, ഇതാ അമ്മ അഹദുക്കും ഫൽയുഖഫിഫ്, നിങ്ങൾ ഇമാമ് നിൽക്കുകയാണെങ്കിൽ നിസ്കാരം ഒന്ന് ചെറുതാക്കണം. കാരണം ഫൈന്ന ഫീഹിമുൽ ലഈഫ്, കാരണം ഇമാമായി നിസ്കരിക്കുമ്പോൾ ബാക്കിൽ നിസ്കരിക്കുന്ന ആളുകൾ ലഈഫ്, ദുർബലന്മാരുണ്ടാകും, രോഗി ഉണ്ടാകും, ചെറിയ കുട്ടികളുണ്ടാകും, അതേപോലെ തന്നെ കബീർ വൃദ്ധന്മാരുണ്ടാവും. അപ്പോൾ ഈ വൃദ്ധന്മാരുണ്ടാവുന്നത് കൊണ്ട് അവർക്ക് ദീർഘനേരം നിന്ന് നിസ്കരിക്കാൻ ചിലപ്പോൾ കഴിയില്ലാതെ വരും. അപ്പോൾ അവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ സ്വഭാവത്തെ വിലയിരുത്തുന്നത് അവർ ദുർബലന്മാരോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വലിയ പണക്കാരോടുള്ള നമ്മുടെ സമീപനം, ശക്തനായ ഒരാളോടുള്ള നമ്മുടെ സമീപനം, ആ സമീപനം നോക്കിയിട്ടല്ല, ഒരു പണക്കാരനുള്ള സമീപനം നോക്കി, അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ഒരാളോട് നമ്മുടെ പെരുമാറ്റം നോക്കിയിട്ടല്ല ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ അളക്കേണ്ടത്. ദുർബലന്മാരോട് ഒരു വിശ്വാസി എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുഞ്ഞിനോട്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാളോട്, അല്ലെങ്കിൽ ഒരു വയോവൃദ്ധനോട്, അവരോടുള്ള പെരുമാറ്റത്തിൽ നമ്മുടെ വിശ്വാസം അവിടെ സ്വാധീനിക്കുന്നത്. അത് നമ്മുടെ ഒരു വിശ്വാസത്തിനെ അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ്. ദുർബലന്മാരോട് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളും അതുപോലെ രോഗികളും വൃദ്ധന്മാരും ഒക്കെ നിസ്കരിക്കാനുണ്ടാവും. അതുകൊണ്ട് ചെറുതാക്കുക എന്ന് പറയും. എന്നാലും നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലോ നിങ്ങൾ എത്ര വേണമെങ്കിലും നിസ്കരിച്ചു, എത്ര ദീർഘമായി നിങ്ങൾക്ക് നമസ്കരിക്കാം. പക്ഷേ നിങ്ങൾ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ നിസ്കാരം ഒന്ന് ചെറുതാക്കണം എന്ന് പറഞ്ഞു. യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ ലാ തഖ്തുൽ, നിങ്ങൾ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്, അതുപോലെ വൃദ്ധന്മാരെയും നിങ്ങൾ കൊല്ലരുത്. അതേപോലെ മഠത്തിൽ സന്യാസികളായി അള്ളാഹുവിനെ അല്ലെങ്കിൽ ദൈവങ്ങളെ അവരുടെ ഏത് മതവിശ്വാസപ്രകാരമാണെങ്കിലും റസൂലുള്ളാഹി യുദ്ധത്തിന് പോകുമ്പോൾ പറയുന്നത് മറ്റുള്ള മതക്കാരെയാണ്. അവരുടെ മഠങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന വൃദ്ധന്മാരായ പൂജാരിമാരുണ്ടാവും. അവർ ഭൗതികമായ ലോകമൊന്നും ബന്ധമില്ലാതെ അങ്ങനെ പൂജിച്ച് അവരെ നിങ്ങൾ കൊല്ലരുത്. ആ കൂട്ടത്തിൽ രോഗികൾ, കുട്ടികൾ, അതേപോലെ പുരോഹിതന്മാർ, ആ കൂട്ടത്തിൽ പ്രചാരണം എണ്ണി പറഞ്ഞതാണ് വൃദ്ധന്മാരെ നിങ്ങൾ വെറുതെ വിടണം എന്നുള്ളത്. അത് വൃദ്ധന്മാരോടുള്ള ഒരു സമീപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കണത് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് വൃദ്ധന്മാരോട് സമീപിക്കാൻ പാടും. അപ്പം പ്രത്യേകിച്ച് നമുക്കറിയാം, മാതാപിതാക്കളാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കൂടും മാതാപിതാക്കളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹുവിനെ അത്ര ആരാധിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു നിർദ്ദേശിച്ചു. മാതാപിതാക്കൾ നന്മ ചെയ്യണം എന്ന് പറയും. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ, എന്നിട്ട് വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ എന്നൊക്കെ എത്ര സുന്ദരമായിട്ടാണ് വൃദ്ധന്മാരായ മാതാപിതാക്കളും വൃദ്ധരായ മാതാപിതാക്കൾ രണ്ടായിട്ടാണ് അവിടെ ഇസ്ലാം കാണുന്നത്. ഇമ്മാ യബ്ലുഗന്ന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. എന്നിട്ട് പ്രത്യേകിച്ച് പറയാണ് വൃദ്ധരായ മാതാപിതാക്കൾ, ഇന്നൊക്കെ കിബർ അഹദുഹുമാ കിലാഹും, ഒരു മാതാവ് നിങ്ങളടുത്ത്, വൃദ്ധരായ മാതാപിതാക്കളെ നിങ്ങളടുത്ത് ഉണ്ടായി, അത് രണ്ടാളും ഉണ്ടായി. എന്നാലും നിങ്ങൾ സംസാരിക്കുക, തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അത് മോശമായിപ്പോയി, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്യണമായിരുന്നോ എന്ന് നിങ്ങൾ പറയരുത് എന്നുള്ളതാണ്. മോശമായിപ്പോയി അത് പറയും. വലാ തൻഹറുഹുമ, നിങ്ങൾ അവരോട് കയർക്കരുത്. ഒരുപക്ഷെ നമ്മൾക്ക് പ്രദേശമുണ്ടാക്കുന്ന അല്ല നമുക്ക് അസഹ്യമായ ചില പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ അവരിൽ നിന്നുണ്ടായേക്കാം. എങ്കിൽ പോലും നിങ്ങൾ അവരോട് ആ നിലക്ക് പെരുമാറരുത്. അവരോട് നിങ്ങൾ മാന്യമായി നല്ല നിലക്ക് സംസാരിക്കുക. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, വിനയത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കുക. അതാണ് പറഞ്ഞത്. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യനെ പറ്റി റസൂൽ പ്രാർത്ഥിച്ചു, റഹ്മംഫു റഹ്മംഫു റഹ്മംഫു, തൊലഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു. മഞ്ഞാ റസൂൽ, ആരാണ് റസൂൽ അങ്ങനെ തൊലഞ്ഞു പോട്ടെ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. എന്താണ്, ഒരാൾക്ക് മാതാപിതാക്കളെ കിട്ടി, ഒരു വൃദ്ധരായ മാതാവിനെയോ അല്ലെങ്കിൽ പിതാവിനെയോ അവർക്ക് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടി, എന്നിട്ടും അയാൾ സ്വർഗത്തിൽ പോയില്ല, വലം യദ്ഖുൽ ജന്ന, എന്നിട്ട് അയാൾ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ പിന്നെ അയാൾ തൊലഞ്ഞു പോട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ വൃദ്ധരായ മാതാപിതാക്കളോടുള്ള ആ സമീപനം അവരോട് അത്രയൊക്കെ അവസരം കിട്ടിയിട്ടും ഒരാൾ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ
അവൻ തൊലഞ്ഞു പോകട്ടെ എന്നുള്ളതാണ്. അതാണ് വൃദ്ധരോടുള്ള സമീപനം. ഇത് മാതാപിതാക്കൾ മാത്രമല്ല, മറ്റുള്ളവരോടൊക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് അബൂബക്കർ റളിയല്ലാഹു പിതാവിനോട് റസൂലുള്ളാഹി പറഞ്ഞ ഹല്ലാ തറക്ത ശൈഖ ഫീ ബൈത്തി, വീട്ടിൽ നിർത്തിയാൽ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുമായിരുന്നല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ എന്നുള്ള വ്യത്യാസമില്ല, ഏത് ആൾക്കാരോടും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലൈസ മിന്ന മല്ലം യർഹം സഗീറന വലം യഅരിഫ് ഷറഫ കബീരിന എന്നാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട അല്ല, എന്നാൽ വിശ്വാസിയുടെ അല്ല, വിശ്വാസത്തിൻ്റെ ലക്ഷണം ഇല്ലാത്തവരാണ് ആര്? ദുർബലന്മാരോട്, ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവർ. അതോടൊപ്പം വലം യഅരിഫ് ഷറഫ കബീരിന, നമ്മളെ മുതിർന്നവരുടെ മഹത്വം, അവരുടെ ഗുണങ്ങൾ, അവരുടെ നന്മകൾ, അവരുടെ മഹത്വം അംഗീകരിക്കാത്തവർ, അതറിയാത്തവർ, അവരാദരിക്കാത്തവരും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. അവിടെ മതപരമായ വ്യതിരിക്തതൊന്നും പറഞ്ഞിട്ടില്ല. അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും എല്ലാവരും വൃദ്ധന്മാരെ അല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരിക്കലും മഹാന ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഇങ്ങനെ തൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഏത് പ്രോഗ്രാം നടന്നാലും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പൊതുവെ ആളുകൾ എടുക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തൻ്റെ ഫീഡ്ബാക്ക് സ്വന്തം നിലയ്ക്ക് തന്നെയാണ് എടുക്കുക. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണം എങ്ങനെയുണ്ട്, ആളുകാരും കഷ്ടപ്പെടുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ രാജ്യത്ത്, അദ്ദേഹത്തിൻ്റെ പരിധിയുള്ള രാജ്യത്ത് രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കും. പ്രത്യേകം വേഷപ്രച്ഛന്നനായിട്ടും അറിയാത്ത രീതിയിലൊക്കെ ഇറങ്ങി നടന്നിട്ട് എന്താണ് ഭരണത്തെക്കുറിച്ച് പറയണത്, ഖലീഫയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ നടക്കും. ആ സമയത്ത് പലതും അദ്ദേഹം കാണുകയും തിരുത്തുകയൊക്കെ ചെയ്ത് നിങ്ങൾ പല കഥകളും നിങ്ങൾ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം നടന്ന സമയത്ത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ അവിടെ അങ്ങനെ യാചിക്കുന്നുണ്ട്, ഒരു യാചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 കാര്യം പറഞ്ഞു. ഒന്ന്, ജിസിയ കൊടുക്കാൻ. അത് വിശ്വാസിയല്ല, എൻ്റെ അടുത്ത് ജിസിയ, രാഷ്ട്രം മുസ്ലിം അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം രാഷ്ട്രത്തിൽ ജീവിക്കും, അവർ നികുതി കൊടുക്കണം. ആ നികുതി എന്ന് പറഞ്ഞാൽ അത് അമുസ്ലിങ്ങൾ കൊടുക്കേണ്ടതാണ്. കാരണം രാഷ്ട്രത്തിൻ്റെ വികസനത്തിനും അതുപോലെ സൈനിക സേവനത്തിനും മറ്റു പലതിനും സമ്പത്ത് ആവശ്യമുണ്ട്. മുസ്ലിങ്ങളിൽ അത് സക്കാത്തായിട്ട് പിരിച്ചെടുക്കും, അമുസ്ലിങ്ങൾക്ക് സക്കാത്തില്ല. പക്ഷെ അവർക്കൊരു ടാക്സ് അല്ലാഹു റസൂലുള്ളാഹി നിശ്ചയിച്ചു. ഈ ടാക്സ് അവർക്കുള്ളൂ. വിശ്വാസികൾ അതിനേക്കാൾ വലിയ പണം പിരിച്ചെടുക്കുകയാണ്. അവിടെ സമ്പത്തിൻ്റെ ഒരു നിശ്ചിത പരിധി എത്തിയാൽ അതിൻ്റെ 2.5%, 5%, 10%, 20% വരെ വാങ്ങുന്ന നികുതി. അതാണ് അന്ന് രാഷ്ട്രത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷേ അമുസ്ലിങ്ങളിൽ നിന്ന് അങ്ങനെ വാങ്ങലില്ല. അപ്പോൾ അമുസ്ലിങ്ങൾക്ക് ജിസിയ കൊടുക്കണം. അതാണ് ഒരു ചെറിയ അത് കഴിവിനനുസരിച്ചാണ്. ചിലത് 5 ദിർഹമുള്ളതുണ്ട്, 10, ഒക്കെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചാണ്. അപ്പോൾ ഇത് എന്താണ് നിങ്ങളിങ്ങനെ യാചിക്കുന്നത് കണ്ട, ഈ വൃദ്ധനെ കണ്ട് യാചിക്കുന്നത് കണ്ടപ്പോൾ ഉമറത്താ ചോദിച്ചു എന്താണെന്ന് പറഞ്ഞപ്പോൾ, ഒന്ന് ജിസിയ കൊടുക്കാൻ കഴിയില്ല. മറ്റൊന്ന് ദാരിദ്ര്യം, വിശപ്പ്, ജൂ, എനിക്ക് ഭക്ഷണം കഴിക്കാനില്ല, സാമ്പത്തിക ശേഷിയില്ല. മറ്റൊന്ന് സിന്ന്, വാർദ്ധക്യമാണ്, കാരണം എനിക്ക് അധ്വാനിച്ച് ജീവിക്കാനും കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ യാചിക്കുന്നത്. ഉമർ അല്ലാഹുവിന് ഈ മനുഷ്യനെ കയ്യും പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഒരു എഴുത്ത് എഴുതിയിട്ട് പറഞ്ഞു. അന്നത്തെ ധനകാര്യ വകുപ്പിനേക്ക് ഒരു എഴുത്ത് എഴുതി കൊടുത്തു. ഇതിൽ ആ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ആളോട് പറഞ്ഞു, ഉള്ളുർ ഹാദാവ ലുറബാഹു, ഇത് നോക്കണം, ശ്രദ്ധിക്കണം, ഇയാളെപ്പോലുള്ള ആളുകളെയും നോക്കണം എന്നാ പറഞ്ഞു. ഉള്ളുർ ഹാദാ വ ലുറബാഹു, ഇയാളെപ്പോലുള്ള ആളുകളെയും നോക്കണം. ഫവല്ലാഹി മാ അൻസഫ്നാഹു ഇൻ അക്കൽനാ ശബീബതഹു വ തറക്നാ ഇൻദ വ ഹദൽനാഹു ഇൻദൽ ഹറം. ഒരിക്കൽ നമ്മൾ ഈ മനുഷ്യരോട്, ഇത്തരം ആളുകളോട് ചെയ്യുന്ന നീതിയല്ല, നമ്മൾ ചെയ്യുന്ന അനീതിയാണ്. എന്ത്? ഇൻ അക്കൽനാ ശബീബതഹു, അവരുടെ യുവത്വം മുഴുവനും നമ്മൾ തിന്നു, നമ്മൾ ആസ്വദിച്ചു. ഈ മനുഷ്യൻ ഇവിടെ ജീവിച്ച് ഈ യുവത്വം മുഴുവനും ഇവിടെ അധ്വാനിച്ച് ഈ രാഷ്ട്രത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ഇതുവരെ അയാൾ അധ്വാനിച്ചു. എന്നിട്ട് വാർദ്ധക്യത്തിൽ അയാളെ കൈയൊഴിക്കുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹു തന്നെയാണ് സത്യം, നമ്മൾ ചെയ്യുന്നത് നീതിയല്ല. അതാ പറഞ്ഞത്. അതുകൊണ്ട് ഇയാളെപ്പോലുള്ള ആളുകളെ നോക്കണം. എന്താ അദ്ദേഹം ഉമറത്താവൻ പറഞ്ഞത്? ഈ മനുഷ്യന് വാർദ്ധക്യത്തിലെത്തുന്നത് വരെ അത് ഈ രാഷ്ട്രത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ്, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ്, സമുദായത്തിന് വേണ്ടി ചെയ്തവരാണ്, മക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. അതൊക്കെ നമ്മൾ ആസ്വദിച്ചു, വേണ്ട പോലെ നമ്മൾ ആസ്വദിച്ചു, എല്ലാം ചെന്നു. എന്നിട്ട് വാർദ്ധക്യത്തിൽ അയാളെ യാചിക്കാൻ വേണ്ടി വിടുക, ഇതൊരിക്കലും ഫവല്ലാഹി മാ അൻസഫ്നാഹു. ഇത് പറഞ്ഞു, ഇന്നമ സ്വദഖാത്തുൽ ഫുഖറാഇ വൽ മസാക്കീൻ, തീർച്ചയായും സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ, സക്കാത്തുകൾ ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ,
അത് പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ ദരിദ്രർക്കും പ്രാരാബ്ധക്കാർക്കുള്ളതാണ്. ഇന്നമ സദഖാത്തുൽ ഫുഖറ, ദാരിദ്ര്യമുള്ളവർക്കാണ്, വൽ മസാക്കീൻ, പ്രാരാബ്ധം ഉള്ളവർക്കും ഉള്ളതാണ്. വഹാദാ മിനൽ മസാക്കീൻ അഹ്ൽ കിതാബ്, ഇത് അഹ്ൽ കിതാബിൽപ്പെട്ട ഒരു പ്രാരാബ്ധക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ജൂതനോ ക്രിസ്ത്യാനി, അയാൾ ജൂതനോ യഹൂദിയായിരുന്നു. അപ്പോൾ ജൂതനായ അഹ്ൽ കിതാബിൽപ്പെട്ട ഒരു പ്രാരാബ്ധനക്കാരനാണ് ഇയാൾ. അതുകൊണ്ട് ദാനധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ, സദഖ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പാവപ്പെട്ടവർക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഇയാൾ യുവത്വം അംഗീകരിച്ചിട്ട് അവസാനം അയാളെ കൈയൊഴിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അയാളെ ഒരു എഴുത്തും ഈ ധനകാര്യ വകുപ്പ് മേധാവിക്ക് കൊടുത്തയക്കുക. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാത്രമല്ല ജിസിയ ഒഴിവാക്കി കൊടുത്തതാണ്. അതോടുകൂടി അദ്ദേഹത്തിന് ജിസിയയും ഉമർ റളിയല്ലാഹു അൻഹു ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സും അയാളെ പെർമനൻ്റായിട്ട് തന്നെ അയാൾ ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ ആ വൃദ്ധരോടുള്ള ഒരു സമീപനമാണ് വളരെ മാന്യവും അതേപോലെ തന്നെ ആദരവോടും കൂടിയാണ് വൃദ്ധന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവർ ഈ രാജ്യത്ത് ജീവിച്ചവരാണ്, നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്, ചെറുപ്പവും അതുപോലെ യുവത്വവും ഒക്കെ അവരിതിനു വേണ്ടി ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള വൃദ്ധന്മാരോടുകൂടി നമ്മൾ സമീപിക്കണം. നല്ല സമീപനം സമൂഹത്തിൽ അവർ അർഹിക്കുന്നുണ്ട്. അതും ആ നിലക്ക് നോക്കുമ്പോഴും വാർദ്ധക്യം എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, അതൊരു ശാപമോ പ്രതിസന്ധിയോ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വാർദ്ധക്യത്തിലെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അത് ശാപമല്ല, പ്രതിസന്ധിയല്ല. വാർദ്ധക്യം എന്നുള്ളത് ആശ്വാസമാണ്. ആ ആശ്വാസത്തിന് നമ്മൾ ആ ഘട്ടം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് നന്ദി പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യരുടെ ഘട്ടം, ലൗകികമായ ജീവിതഘട്ടം എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഒന്ന് കുട്ടിക്കാലം, ദുർബലമായ അവസ്ഥ. അതിനുശേഷം നമ്മുടെ ചോരത്തിളപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും സംഭവബഹുലമായ ത്യാഗത്തിൻ്റെയും ഒക്കെ ഘട്ടമാണ് യുവത്വം. അതിനുശേഷം വീണ്ടും മനുഷ്യരെ അള്ളാഹു വാർദ്ധക്യത്തിലേക്ക് കുറച്ചാളുകൾ എത്തുന്നു. ഈ വാർദ്ധക്യത്തിലെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനോട് രചനാത്മകമായ സമീപനം വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ സമീപിക്കണം എന്നുള്ളതാണ്. അവരോട് സമൂഹം ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും മാന്യമായും പെരുമാറണം. അവർക്ക് വേണ്ട അംഗീകാരം നൽകണം. എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞിട്ട് ആദ്യം വൃദ്ധന്മാരോട് തുടങ്ങാം. സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ആദ്യം വൃദ്ധന്മാർ സംസാരിക്കട്ടെ. ഇങ്ങനെയൊക്കെ അവരുടെ ഒരു പ്രത്യേക ബഹുമാനവും ആദരവും ഒക്കെ റസൂലുള്ളാഹി അവർക്ക് നൽകിയിരുന്നു എന്ന്. അതോടൊപ്പം ഇതിലെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടം എന്നുള്ളത് അത് പ്രതിസന്ധിയുടെയോ ശാപത്തിൻ്റെയോ അല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് നന്മ ചെയ്യാനും പശ്ചാത്താപിക്കാനും ഭാവിയിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുവരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അയാൾ അധ്വാനിച്ച അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, വീടുണ്ടാക്കാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി, ഇങ്ങനെ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും അതുപോലെ അധ്വാനവും ഒക്കെ ഓടിച്ചാടി നടന്ന മനുഷ്യരെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കുറച്ചൊരു സ്വാർത്ഥത ഉണ്ടാകണമെന്നുള്ളതാണ്. സ്വാർത്ഥത എന്ന് ഞാൻ പറയുന്നത് ഒരു പോസിറ്റീവായ സ്വാർത്ഥത. നമ്മുടെ വീടും സമ്പാദ്യവും എല്ലാ കാര്യങ്ങളും അതിനോടൊക്കെ ഒരു ലേശം അത് അർഹിക്കുന്ന പരിഗണന. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യസാലു ഖൽബുൽ മർഇ ശാബ്ബൻ ഫീ സിനൈൻ. വൃദ്ധൻ്റെ ഖൽബുൽ കബീർ, ഒരു വൃദ്ധൻ്റെ മനസ്സ് 2 കാര്യത്തിൽ എപ്പോഴും യുവാവായിരിക്കുന്നത്. ഒന്ന് ഹുബ്ബു ദുനിയ, ദുനിയാവിലെ വിഭവങ്ങളോടുള്ള ആർത്തി. അത് ഏത് പ്രായത്തിലും മനുഷ്യർക്കുണ്ടാകുന്ന ഒരു ദുസ്വഭാവം. ദുനിയാവിലെ സമ്പത്ത്, അതിലെ മറ്റു കാര്യങ്ങൾ, സൗകര്യങ്ങൾ, സുഖസൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ആർത്തി. തൂലുൽ അമൽ, അതുപോലെ ഇനിയും കുറേ കാലം ജീവിക്കണം എന്നുള്ള ദീർഘായുസ് ആഗ്രഹിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ അത് മൻ ത്വാല ഉംറുഹു വ ഹസുന അമലു, നല്ല കർമ്മങ്ങൾ ചെയ്യാനും അങ്ങനെ സ്വർഗത്തിലെത്താനും പാപങ്ങൾ പൊറുക്കാനൊക്കെയുള്ള അവസരമായി കാണുന്ന ദീർഘായുസ് ലഭിക്കുക ആഗ്രഹങ്ങളാണ്. പക്ഷേ ഈ മനുഷ്യരുടെ ഒരു ദുസ്വഭാവമായി റസൂലുള്ളാഹി പറഞ്ഞതാണ് ഈ 2 കാര്യവും. അത് മനുഷ്യർക്ക് പ്രായം കൂടുന്നിടത്തോളം സമ്പത്തിനുള്ള ആർത്തി വർദ്ധിക്കുകയാണ്. ചെറുപ്പക്കാർക്കാണ് പോലും പോയ സമ്പത്തിനോട് ആർത്തി പിന്നെയും കുറവ്. എത്ര കണ്ട് മുതിർന്നുവോ അത്രയും കണ്ട് വീട്ടിലെ വിഭവങ്ങൾ വാരിക്കൂട്ടുക, അതുപോലെ സമ്പത്ത് വാങ്ങിക്കൂട്ടുക, റിയൽ എസ്റ്റേറ്റിലേക്ക് നമ്മൾ കടന്ന് ഇഷ്ടം പോലെ വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കി, അതൊരു മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അത് കൂടിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് കുറേ കൂടി നന്മ ചെയ്യണം. വിശുദ്ധ ഖുർആൻ ഒരു വൃദ്ധനെക്കുറിച്ച് പരിചയപ്പെടുന്നുണ്ട്. ഹത്താ ഇദാ ബല 40 സന. അങ്ങനെ ഇതൊക്കെ യുവത്വം, അതുപോലെ കുട്ടിത്വം, യുവത്വമൊക്കെ കഴിഞ്ഞ് 40 വയസ്സൊക്കെ കഴിഞ്ഞ് എത്തിയ ആളുകൾ, പിന്നെ അയാളുടെ ചിന്ത വരേണ്ടത് കുറച്ചൊരു സ്വാർത്ഥത അയാൾക്ക് വേണം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറു ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാൻ. അൽ മാലു വൽ ബനൂൻ, സമ്പത്തും മക്കളും ഒക്കെ സീനത്തുൽ ഹയാത്തി ദുനിയ, അത് ദുനിയാവിലെ അലങ്കാരങ്ങളാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ആഗ്രഹിക്കുന്നതും അത് പ്രതിഫലം കിട്ടാനും ഏറ്റവും നല്ല അതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ മുൻഗണനാക്രമം പലപ്പോഴും മാറുകയാണ്. യുവത്വത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ വരുമ്പോൾ നമ്മുടെ മുൻഗണനാക്രമങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിലൊക്കെ അവിടെ പോയി ഇവിടുത്തെ കുടുംബം വീടൊക്കെ വിട്ട് പ്രവാസത്തെ ജീവൻ നയിക്കുന്നത് എന്തിനാണ്? ഈ മക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് ആൾക്ക് ജമാഅത്തിന് പങ്കെടുക്കാനോ മറ്റൊന്നും പലപ്പോഴും സമയം കിട്ടണില്ല. ജുമാക്ക് നമുക്ക് സമയത്തിന് എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രിഫറൻസ് അവിടെ മാറുകയാണ്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സഹോദരിക്ക് സമയത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല. കുട്ടികൾക്കും മക്കൾക്കൊക്കെ നോക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഒരു യുവത്വത്തിൽ അതുവരെ നമ്മൾ ചെയ്ത്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു സ്വാർത്ഥത, നമ്മൾ പരലോകത്തേക്ക് വേണ്ടി കുറച്ചൊന്ന് അധ്വാനിക്കണം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒഴിവാക്കണമെന്നല്ല, പക്ഷെ അതിനേക്കാൾ മുൻഗണന മതപരമായ ആവശ്യങ്ങൾക്കും പരലോകത്ത് കിട്ടുന്ന ഖൈറു സവാബൻ എന്ന് പറഞ്ഞ നല്ല പ്രതിഫലം കിട്ടുന്ന ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഒരു പ്രധാനമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലക്കാണ് ഞാൻ അല്പം ഒരു സ്വാർത്ഥത മനുഷ്യർക്ക് ആവശ്യമുണ്ട് എന്ന് പറയും. പള്ളിയിൽ ജമാഅത്തിന് പോകാൻ നമുക്ക് കഴിയണം. നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ പള്ളിക്കും അതുപോലെ പൊതുകാല ആവശ്യത്തിനും നമുക്ക് നിർവഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. അതെല്ലാം മക്കൾക്ക്, ഞാൻ മരിച്ചു പോയതിനു ശേഷം കുട്ടികൾക്ക് എന്നില്ല അത് വെക്കരുത്. കുറച്ചൊക്കെ ഇങ്ങനെ സൗകര്യത്തിന് വേണ്ടി പരലോകത്ത് മരണത്തിന് ശേഷം പുണ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് കുറച്ചൊക്കെ വിനിയോഗിക്കാനുള്ള ആ ഒരവസ്ഥ ഉണ്ടാകണം. വീട്ടിൽ സഹോദരിമാരാണെങ്കിലും ജമാഅത്തിന് പങ്കെടുക്കാനോ അല്ലെങ്കിൽ സമയത്ത് നിസ്കരിക്കാനൊക്കെ ഒരു സമയം, അതൊക്കെ കുറച്ച് വേറെ കുട്ടികളും മക്കളൊക്കെ നോക്കിക്കോളും എന്ന നിലയ്ക്ക് വേണം. ഒരു ഹജ്ജും ഉംറയും കൂടി ചെയ്യാൻ പറ്റാത്ത ചില വീട്ടമ്മമാരും ആളുകൾ, ഞാൻ പോയാൽ കുട്ടികളാരെ നോക്കുക, പേരക്കുട്ടികൾ ആര് നോക്കും എന്ന നിലയ്ക്ക് ഹജ്ജും ഉംറക്കും കൂടി പോകാൻ പറ്റാതെ ആ നിലയ്ക്ക് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ രംഗത്തിൽ ലേശം ഒരു സ്വാർത്ഥത നമുക്ക് വേണം. ഇനി നമ്മൾ ഇത്രയും കാലമൊക്കെ നമ്മൾ അധ്വാനിച്ചു, ഇനി കുറച്ചൊക്കെ നമ്മൾ വേണം. അപ്പോൾ ഒരു വാർദ്ധക്യത്തിൽ ആളുകളെ സംബന്ധിച്ചുള്ള 3 കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒന്ന്, അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം. കുറച്ചൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം, കുറച്ചൊക്കെ നടക്കണം, അത് ഭക്ഷണത്തിലൊരു ക്രമീകരണം വരണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാകണം. ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചു, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പേരക്കുട്ടികൾ ഒക്കെ ശ്രമിച്ചു. ഇനി എനിക്ക് എന്ത് നേടാൻ സാധിക്കും, ഭാവിയിൽ ഞാൻ എന്ത് ചെയ്യണം, എന്ത് എത്തിപ്പിടിക്കണം എന്നതിനെക്കുറിച്ച് ചിന്ത വേണം. അങ്ങനെ നമുക്ക് ആലോചിക്കാം. എനിക്ക് മരണത്തിന് ശേഷം സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ. മരണത്തിന് ശേഷം നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സംരംഭത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ച് ഒന്ന് വഖഫ് ചെയ്യുക, അല്ലെങ്കിൽ വഖഫ് ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ധനസമാഹരണത്തിന് ഭാഗമാവുക, അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുക, അല്ലെങ്കിൽ സ്ഥാപന നടത്തിപ്പിൽ പങ്കാളികളാവുക, പള്ളിയുടെ പരിപാലനത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആളുകൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫാനോ AC-യോ കാർപ്പറ്റോ അതുപോലെ മുസല്ലയോ അല്ലെങ്കിൽ പള്ളിയുടെ ഒരു ശുദ്ധീകരണമോ ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കറിയാവുന്ന ഒരു വിദ്യ, ആ വിദ്യ മറ്റുള്ളവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. നമുക്കറിയാവുന്ന ഏതെങ്കിലും അവർക്ക് ഭൗതിക ലോകത്തും ഗുണമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഇൽമ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഏതെങ്കിലും എഴുതാൻ കഴിയുന്നവർ അങ്ങനെ എഴുതുക, പുസ്തകം രചിക്കാൻ പറ്റുന്നവർ ആ പുസ്തകം ചെയ്തു കൊടുക്കുക. ഭാവി തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും, അത് ജനസേവന രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, മതരംഗത്ത്, ഇങ്ങനെയൊക്കെയുള്ള രംഗത്തിൽ എന്തെങ്കിലും ഒരു സംഭാവന എനിക്ക് അർപ്പിക്കണം എന്നുള്ള ഒരു ബോധം, അതാണ് രണ്ടാമത്തെ കാര്യം. ആ നിലയ്ക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സമയം വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്ന്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്, ഭാവിക്ക് വേണ്ടി സദഖത്തുൻ ജാരിയായിട്ട് മരണത്തിന് ശേഷം എനിക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കണം എന്ന നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. മൂന്നാമത്തെ കാര്യം വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് നന്ദി പ്രകാശനത്തിൻ്റെ ഒരു ഘട്ടമാണ്. വാർദ്ധക്യം എന്നാൽ ശാപമല്ല, പ്രതിസന്ധിയുമല്ല, നേരെ മറിച്ച് ആശ്വാസമാണ് എന്ന് പറയുന്നത് അത് നന്ദി പ്രകാശത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ അങ്ങനെ ഒരു വൃദ്ധനെ പറ്റി ഖുർആൻ പറയപ്പെടുന്നതാണ് ഹത്താ ഇദാ ബല 40 സന, 40 വയസ്സത്തെ ആൾ.
കാല അദ്ദേഹം പറഞ്ഞു റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അതാണ് ഞാൻ ആദ്യം കേൾപ്പിച്ച ആയത്ത്. റബ്ബി ഔസിഇനി, പടച്ചവനെ എനിക്ക് പ്രചോദനം നൽകണേ, അൻ അഷ്കുറ നിഅമതക, നിന്നീ എനിക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ എനിക്ക് പ്രചോദനം തരണേ. അതേപോലെ തന്നെ വാല വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചവരെ നീ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ നന്ദി ചെയ്യാൻ എനിക്ക് പ്രചോദനം നൽകണേ. മാത്രമല്ല നഅമല സാലിഹൻ തർളാ, നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാനും എനിക്ക് പ്രചോദനം തരണേ. അതും വാർദ്ധക്യത്തിലത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ, ഈ ലോകത്ത് നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാനും എനിക്ക് പ്രചോദനം തരണേ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വാസ്ലിഹ് ലി ഫീ ദുർരിയത്തി, എൻ്റെ മക്കളിൽ നീ നന്മ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്നീ തുബ്തുയിലേക്ക്, ഞാൻ നിന്നിലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങുകയാണ്. വാന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിം എല്ലാം നിനക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രംഗത്ത് നമ്മൾ ഉണ്ടാകേണ്ട കാര്യമാണ്, നമുക്ക് പറയേണ്ട കാര്യം. 4 കാര്യങ്ങൾ നമുക്ക് വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം ആശ്വാസകരമാകും. ഒന്ന് സ്വബുരന്, കുറച്ച് ക്ഷമ വേണം. ഈ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവ വൈകൃതങ്ങൾ പലപ്പോഴും നമുക്ക് കാണാം. അത് ദേഷ്യം കൂടുതൽ, വാശി കൂടുതൽ, ശുണ്ഠി കൂടുതൽ, അങ്ങനെ പലപ്പോഴും കുടുംബജീവിതത്തിൽ ഭാര്യയും വാർദ്ധക്യത്തിലായിരിക്കും, ഭർത്താവും അങ്ങനെ വിവാഹമോചനത്തിലെത്തുന്നു. പലപ്പോഴും വാർദ്ധക്യത്തിലെത്തിയവരാണ് ബഹുഭാര്യാത്വത്തിലേക്ക് പോകുന്നു, അതുപോലെ വിവാഹമോചനത്തിലേക്ക് പോകുന്നു, വാശി വരുന്നു, കുടുംബങ്ങളിൽ കലഹമുണ്ടാകുന്നു. അപ്പോൾ കുറേയൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്വബർ എന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ യാക്കൂബ് നബി സ്വലാം ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. തൻ്റെ 2 മക്കളും പോയപ്പോൾ ഇപ്പോൾ സ്വബറും ജമീൽ എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനറിയാം എന്താണ് നന്നായിട്ട് ക്ഷമിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വബറും ജമീൽ, ക്ഷമ അതിൻ്റെ ഒരു ഭാഗമാണ്. മറ്റൊന്ന് ഇവിടെ പറഞ്ഞ ശുക്ർ. അള്ളാഹു എനിക്ക് ഇത്രയും കാലം ഞാൻ ജീവിച്ചു, ഒരു പ്രഷറില്ലാതെ, ഷുഗറില്ലാതെ, ആരോഗ്യ പ്രശ്നമില്ലാതെ, ഇത്രയും കാലം എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എനിക്ക് പടച്ചവൻ ആയുസ് തന്നു. ഈ നിലക്കുള്ള ജീവിത സൗകര്യങ്ങളൊക്കെ എനിക്ക് തന്നു. എനിക്കിപ്പോൾ 50-60 വയസ്സായി. ഇനി ഇത്രയും തന്ന ആ അനുഗ്രഹത്തെക്കുറിച്ചൊരു ഓർമ്മയും അതിനെക്കുറിച്ച് ശുക്ർ ചെയ്യാനുള്ള ആ ഒരു ശുക്ർ എന്നുള്ള നന്ദി എന്നുള്ളൊരു മാനസികാവസ്ഥ ഒരു വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. അതാവുമ്പോഴും ഒരു പ്രശ്നങ്ങൾക്ക് തീരും. മറ്റൊന്ന് ഇന്നീ തുബ്തുയിലേക്ക്, ഞാൻ പടച്ചവനെ നിന്നിലേക്ക് മടങ്ങുകയാണ്, പശ്ചാത്താപിച്ചു, എനിക്ക് കഴിഞ്ഞു പോയ യുവത്വത്തിലും മറ്റൊക്കെ എന്നിരുന്ന തെറ്റുകുറ്റങ്ങൾ അതിൽ നിന്ന് മടങ്ങുകയാണ് ഞാൻ. അത് പറഞ്ഞാൽ പോരാ, ആ നിലപാട് മാറ്റിയിട്ട് ശരിയായ ജീവിതത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. 4-മത്തെ കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പടച്ചവനെ ഈ വാർദ്ധക്യത്തിൽ എന്നെ കഷ്ടപ്പെടുത്തല്ലേ. അപ്പോൾ നിസ്കാരശേഷം പറഞ്ഞു ഔദു ബിക എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ജുബിനി ബിൽ ബുഖ്രി വൽ ജുബിനി വൽ അജ്സി വൽ അജൽ അറുതൽ ഉമർന്ന്, അജല് ധൃതിയിൽ നിന്ന്, കഴിവുകേടിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, മിന്നൻ ഉറദയിൽ അറുതലിൽ ഉമർ, ജീവച്ഛവമായ വാർദ്ധക്യത്തിലേക്ക് ഞാൻ എത്തുന്നതിൽ നിന്നും നിന്നെ ചാവലനം ചെയ്തിരുന്നു. അതുപോലെ അവൻ സൂയിൽ കിബിർ എന്ന് പറഞ്ഞത് വാർദ്ധക്യത്തിലുണ്ടാകുന്ന പ്രയാസകരമായ വാർദ്ധക്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥന പ്രയാസപ്പെടുന്ന വാർദ്ധക്യത്തിലേക്ക് എത്തിക്കാതെ, പ്രയാസമില്ലാതെ, മക്കളുടെ പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകളില്ലാതെ, കുടുംബത്തിലെ പ്രയാസങ്ങളില്ലാതെ, വാസ്ലിഹ് ലി ഫീ ദുർരിയത്തി, എൻ്റെ മക്കളിലും എനിക്ക് നന്മ ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന. ഈ 4 ഔഷധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്വബർ, ശുക്ർ, തൗബ, അതേപോലെ ദുആ. ഇതുണ്ടായാൽ നമുക്ക് വാർദ്ധക്യം നമുക്ക് ആസ്വാദ്യകരമായി പോകും. പ്രയാസങ്ങളും പരിഭവങ്ങളും ഇല്ലാതെ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള, പാപങ്ങൾ പൊറുക്കുന്ന, നല്ല മറ്റു ആളുകളിൽ നിന്ന് ആദരവ് ലഭിക്കുന്ന, പരിഗണന ലഭിക്കുന്ന ആ തരത്തിലുള്ള വാർദ്ധക്യം ആകണം നമ്മുടെ വാർദ്ധക്യം. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ദീർഘായുസ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരുമൊക്കെ ധാരാളമുണ്ട്. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായൊക്കെ പ്രയാസമുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് നീ ദൂരീകരിച്ചു തരണേ. നമ്മുടെ മതപരമായ ആവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ കർമ്മങ്ങൾ ചെയ്യാനും സേവനം ചെയ്യാനുമുള്ള അവസരവും തൗഫീഖും നൽകി നീ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയിൽ തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ആളുകൾ ചെയ്തു വരുന്നതാണ്. ഇവിടുത്തെ ഇതൊക്കെ സാമ്പത്തികമായി നമുക്ക് വലിയ വരുമാനമൊന്നുമില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പള്ളി, നമ്മുടെ നല്ല സുന്ദരമായ ആളുകൾക്ക് നമസ്കരിക്കാൻ സൗകര്യപ്രദമായ കാർപ്പറ്റ് വന്നു. നമ്മുടെ പള്ളി മസ്ജിദിൽ ഫാനുകളുണ്ട്, AC ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പല ഇതൊക്കെ
അതുപോലെ ദൈനംദിനമായ പരിപാലനം, ഇതിലൊക്കെ പങ്കെടുക്കാനും അതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉചിതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിൽ ഹാജാത്ത് അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.